മറ്റു വാർത്ത കർണാടകയിൽ നിന്നാണ്. കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നിർണായക ചർച്ച നടക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കൂടിക്കാഴ്ച നടത്തുകയാണ്. അതായത് സിദ്ധരാമയ്യയുടെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ ശിവകുമാറിനെ ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചിരിക്കുകയാണ്. അത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ്. VR കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, മഞ്ഞുരുക്കൽ എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് കർണാടകയിലെ പുതിയ സാഹചര്യത്തിൽ. പക്ഷേ അതിനുള്ള തീവ്ര ശ്രമം ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? രഞ്ജിത്ത്, എല്ലാ കണ്ണുകളും കർണാടക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കാവേരിയിലേക്കാണ്. ഇവിടെ ഉരുത്തിരിയുന്ന നിർണായക ചർച്ചകൾ കർണാടകയിൽ കോൺഗ്രസിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് ഒരു പരിഹാര ഫോർമുല അവിടെ ഉരുത്തിരിയുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനം എന്തായിരിക്കും? ഇതിനുശേഷം ഇരു നേതാക്കളും ഡൽഹിയിലേക്ക് പോകുമോ? ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും ഒരു പ്രശ്നപരിഹാര ഫോർമുല? ഇതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിലും ഏറ്റവും ഒടുവിൽ സിദ്ധരാമയ്യയുടെ മകൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം മാറുന്നതിനെ സംബന്ധിച്ച് യാതൊരു നിർദ്ദേശവും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു പ്രതികരണമാണ് സിദ്ധരാമയ്യയുടെ മകൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് DK ശിവകുമാർ JD ടാറ്റയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃപാടവം സുതാര്യമായിരുന്നു എന്ന തരത്തിലായിരുന്നു ഒരു ട്വിറ്ററിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഘട്ടത്തിലെല്ലാം തന്നെ നേതാക്കളിടുന്ന പോസ്റ്റുകൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഡീകോഡ് ചെയ്യപ്പെടും. അത്തരത്തിൽ ഒരു ആളിനെ, അദ്ദേഹത്തിൻ്റെ സുതാര്യതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു അഭിപ്രായം സിദ്ധരാമയ്യ എക്സിൽ പങ്കുവച്ചിരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു പരിഹാര ഫോർമുല ഉരുത്തിരിയുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ സിദ്ധരാമയ്യ തയ്യാറാകുന്ന ഒരു സൂചനകളും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ CNN ന്യൂസ് 8 ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഈ കാലാവധി പൂർത്തിയാക്കുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും താൻ തന്നെയായിരിക്കും ഈ പാർട്ടിയെ നയിക്കുക എന്ന തരത്തിലുമുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഈ സമാനമായ പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം നടത്തിയത്. അതായത് ഹൈക്കമാൻഡ് എന്ത് പറയുന്നു അതനുസരിക്കും. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ, അതായത് നേതൃമാറ്റം സംബന്ധിച്ച ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സിദ്ധരാമയ്യ തയ്യാറായിട്ടില്ല. എന്തായാലും ഹൈക്കമാൻഡിൻ്റെ കൂടി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് കർണാടകയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. DK ശിവകുമാറും സിദ്ധരാമയ്യയും അവർ തമ്മിലുള്ള ഭിന്നതയുടെ ദൂരം ഇപ്പോൾ ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും എത്തിയിരിക്കുന്നു. ഇനി പ്രശ്നപരിഹാരം ഉണ്ടാകുമോ? എന്തൊക്കെയായിരിക്കും ഫോർമുലകൾ? സ്വാഭാവികമായും നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിലേറ്റവും പ്രധാനം 3 ഉപമുഖ്യമന്ത്രിമാരടക്കം സാധ്യമായ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാമെന്ന തരത്തിൽ DK ശിവകുമാർ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. അതായത് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തുകൊണ്ടൊരു വിട്ടുവീഴ്ചയ്ക്കില്ല, അതിനപ്പുറത്തേക്ക് എന്ത് കാര്യവും അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നിരുന്നത്. സ്വാഭാവികമായും എതിർ ക്യാമ്പും ശക്തമായ നിലപാടിൽ തന്നെയാണ്. മുഖ്യമന്ത്രി പദം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമവായത്തിന് ഇല്ല എന്ന നിലപാടിലും. എന്തായാലും ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും DK ശിവകുമാറും സിദ്ധരാമയ്യയും ഇരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമോ? ഏത് ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചയുണ്ടാകും? നേരത്തെ തന്നെ 3 വർഷം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന തരത്തിൽ സിദ്ധരാമയ്യ ക്യാമ്പിൽ നിന്ന് ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് DK ശിവകുമാർ തയ്യാറാകുമോ? അതല്ല എങ്കിൽ DK ശിവകുമാറിന് മുഖ്യമന്ത്രി പദം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സമവായ ഫോർമുല ഒരു കാരണവശാലും സിദ്ധരാമയ്യ ക്യാമ്പ് അംഗീകരിക്കാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിൽ കൂടിയും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങളിൽ സിദ്ധരാമയ്യ വിട്ടുവീഴ്ച ചെയ്യുമോ എന്നതും ഉറ്റുനോക്കുകയാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. കർണാടകയിൽ തന്നെ ഇതിനൊരു സമവായ ഫോർമുല ഉണ്ടാകുമോ? പ്രത്യേകിച്ച് കർണാടക നിയമസഭാ സമ്മേളനം ഡിസംബർ 8 ആരംഭിക്കുന്നു. ഡിസംബർ 1 പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നു. അതിനു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ കോൺഗ്രസിലുണ്ടായ അഭിപ്രായ ഭിന്നത അത് വലിയ തോതിൽ BJP കർണാടകയിൽ ആയുധമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സമൂഹ മാധ്യമങ്ങളടക്കം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് BJPയുടെ AI വീഡിയോകളടക്കം പ്രചരിക്കുന്നു. അതായത് കസേരയ്ക്ക് വേണ്ടിയുള്ള കളി എന്ന തരത്തിൽ പലതരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ BJP വ്യാപകമായി പ്രചരണം നടത്തുന്നു. ഒപ്പം അവിശ്വാസ പ്രമേയം അടക്കം നിയമസഭയിൽ കൊണ്ടുവരാനുള്ള ആലോചനകൾ BJP ക്യാമ്പിൽ നടക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടത് കോൺഗ്രസിന് അനിവാര്യമാണ്. സ്വാഭാവികമായും ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ ഒരു പരിഹാര ഫോർമുല ഉരുത്തിരിയുമോ എന്നാണ് കന്നഡ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നതും. രഞ്ജിത്ത്.